ഇന്നിപ്പോൾ കുറച്ച് പപ്പട വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പല തരത്തിലുള്ള പപ്പടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വർഷക്കാലത്തേക്ക് ഉപയോഗിക്കാം, ചായക്കൊക്കെ ഉപയോഗിക്കാം. ഇതാണ് സാവല്ലരി പപ്പടം. ഇത് അരിപ്പപ്പടം. ഇത് പ്ലാഷിൻ്റെ ഇലയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പ്ലാഷിൻ്റെ ഇല വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കിയതാണ്, അരി അരച്ചിട്ടൊക്കെ. ഇത് വാഴക്കത്തൊലിയും പിന്നെ അരിയും കൂടിയിട്ട് അരച്ചുണ്ടാക്കിയ പപ്പടം. ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ എടുത്തിട്ടുണ്ട് വീഡിയോ, നമ്മൾ ഉണ്ടാക്കുന്ന രീതി. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിങ്ങി ചെയ്യണത്. പ്ലാസ്റ്റിൻ്റെ അല്ല, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന വിധമൊന്നും. ഇത് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി വെച്ചാൽ തൈരിലിട്ടിട്ടുണ്ടാക്കിയത്. അമ്മ തൈരിലാണ് ഉപ്പിട്ടിട്ട്, ഉപ്പും തൈരും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പുളിയിലല്ല. പച്ചരി നന്നായിട്ട് നല്ല വെണ്ണ കൊത്തില്ല, നല്ലോണം ഇതായിട്ട് അരി അരച്ചെടുത്തിട്ട് അതിൽ ജീരകം ഇതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ആവിയിൽ ഗ്ലാസിൻ്റെ ഇലയിൽ ഇങ്ങനെ ദോശമാവിൻ്റെ ഇതിൽ വെള്ളം പാകം, അങ്ങനെയുള്ള വെള്ളത്തിലാണ് ഇത്, ആ പാകത്തിലാണ് ഇതിന് ദോശമാവിൻ്റെ പാകത്തിലാണ് ഇതിനെ മാവ് എടുക്കേണ്ടത്. ആ മാവ് എടുത്തിട്ട് പ്ലാസ്റ്റിൻ്റെ ഇല അല്ലെങ്കിൽ മറ്റേ ഇലയിലും മതി. അതിന് പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചെണ്ണ തടവിയിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. ഞാൻ പ്ലാസ്റ്റിൻ്റെ ഇലയെല്ലാം ഉണ്ടാക്കിയിരുന്നു. അതെന്നുവെച്ചാൽ പെട്ടെന്ന് വാടി പോവില്ല ഇല. നമുക്ക് ഒരു ദിവസത്തെ ഒരു 2 നാഴി അരിക്കൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇല വാടി പോവില്ല. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്യണം, അത് ചെയ്ത് കാണിച്ചു തരാം. അരി നേന്ത്രക്കായയുടെ തോല് അതൊന്നും വെറുതെ കളഞ്ഞില്ല, അതൊക്കെ എടുത്തിട്ട് എരിഞ്ഞ് ഇങ്ങനെ തലേദിവസമൊക്കെ വേവിച്ചൊക്കെ വെക്കുന്നിട്ട് വെളിച്ചാകുമ്പോൾ എടുത്തിട്ട് അരച്ചിട്ട് ഇതേപോലെ കായം, മുളക് ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. ഇതിൽ ജീരകം ഇതൊക്കെ ഇനി ചേർക്കണില്ല, വേറെ ഒന്നും ഇല്ല, ചേർക്കണില്ല. നമ്മുടെ സാധാരണയുള്ള മസാല മാത്രം, വേറെ ഒന്നും ചേർക്കണില്ല. നല്ല ടേസ്റ്റ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അത് ഞാൻ ഇക്കൊല്ലം വന്നപ്പോഴാണ് ഇതൊരു വെറൈറ്റി. ഞാൻ പുതുതായിട്ട് ഇപ്പം ഉണ്ടാക്കുന്നതാണ്, പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ വറുത്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇത്. പിന്നെ നമ്മൾ വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കും. നമ്മൾ വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഇത് പപ്പടങ്ങൾ അതിലൊക്കെ വെറൈറ്റി ആയിട്ട് പച്ചമുളക് ധാരാളം ചേർക്കുക, ജീരകം അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇത് ചക്കപ്പപ്പടമാണ്. ചക്ക അരച്ചിട്ട് കായം, മുളക്, എള്ള്, ജീരകം ഇതൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓയിൽ പേപ്പറിൽ അങ്ങോട്ട് നമ്മൾ പരത്തി ഉണ്ടാക്കി അരച്ചിട്ട് സ്പൂണുകൊണ്ട് പരത്തി ഉണ്ടാക്കിയ പപ്പടം റെഡി. ഇതൊക്കെ കാച്ച നല്ല ടേസ്റ്റാണത്. ചായക്കാണ് ഉപയോഗിക്കുക. നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോഴൊക്കെ വെറൈറ്റി അങ്ങനെ മാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ എല്ലാതും ഉണ്ടാക്കി വെച്ചു. മഴക്കാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കുന്ന ഐറ്റംസാണ് അമ്മ. ഇത് കയ്പ്പയ്ക്ക കൊണ്ടാട്ടാണ്. ഇത് കയ്പ്പയ്ക്ക നമ്മൾ വെറുതെ മുറുക്കിയിട്ട് മുമ്പ് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം പുളി, മുളക്, കായം, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ വെള്ളം തിളപ്പിക്കുക. അത് തിളപ്പിച്ചിട്ട് ഈ കയ്പ്പയ്ക്കയുടെ കഷ്ണം മുങ്ങാവുന്ന വലിയ പരലാവുന്ന സ്ഥലത്തിൽ ഇങ്ങനെ മറിച്ചിട്ട് അത് വേവിക്കുക. അങ്ങനെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ കയ്പ്പയ്ക്കയ്ക്ക് വേവ് ചെയ്യും. ആ കയ്പ്പിന് ഒരു ശമനം കിട്ടും ആ പുളി ചേർന്ന്. പിന്നെ അതല്ലാതെ കുത്തൊന്നും ചെയ്യില്ല. നമ്മൾ എത്ര കാലം എടുത്ത് വെച്ചാലും ഈ കയ്പ്പയ്ക്ക കൊണ്ടാട്ടം കുറുകാത്തലും ഇതൊക്കെ ഇല്ല, അങ്ങനെയുള്ള പ്രാണികളൊന്നും വരില്ല. നമ്മൾ ഇതൊന്നും ഫ്രിഡ്ജിൽ ഇതൊക്കെ ഇങ്ങനെ പാത്രം. ഇതാണ് ഞങ്ങളുടെ കോതമ്പിൽ നിറയെ കോവക്കായ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉപ്പേരിയൊന്നും വെച്ചാൽ കഴിയില്ല. അപ്പോൾ അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ പുളി, കായം, മുളക് ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിലൊന്നും കൂടെ ആവി കയറ്റി എന്നിട്ട് ഉണക്കിയതാണ് അത്. ഇത് കോവക്കായ കൊണ്ടാട്ടം കേട്ടോ. ഇത് കൊള്ളി കൊണ്ടാട്ടം. ഇതേപോലെ കൊള്ളി വേവിച്ചിട്ട് അധികം വേവാൻ പാടില്ല കേട്ടോ, അങ്ങനെ കുഴഞ്ഞ് വേവാൻ പാടില്ല. ഒരു പകുതി വേവാവുന്ന സമയത്ത് നമ്മളെടുത്തിട്ട്
ഇങ്ങനെ നുറുക്കുക. ഇങ്ങനെ ഉള്ളി ചെണ്ട മുഴുങ്ങുക അല്ലേ? ചെണ്ട മുഴുങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ പകുതി വേവില് ഇങ്ങനെ ഇങ്ങനെ ആ കഷ്ണങ്ങൾ ഇങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ചെണ്ട മുഴുങ്ങുക. എന്നിട്ട് അത് മുഴുവൻ വേവിക്കരുത്. അപ്പോൾ നല്ല അതിനെ ചെറിയ കനം കുറച്ച് ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ എന്നിട്ട് അതിൽ ഇതേപോലെ കായും മുളകൊക്കെ ഇതേപോലെ തിളപ്പിച്ചിട്ട് ഈ കഷ്ണം ഉണക്കിയത് അതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക. അപ്പോൾ ഒന്ന് പിടിക്കും. കായത്തിൻ്റെ ആ മണം ആ കൊണ്ടാട്ടത്തിന് നല്ല സ്വാദം. ഉപ്പിട്ടിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്, അതില്ല. പക്ഷെ ഞാനതിൽ ലേശം കായും മുളകും ഒക്കെ ചേർക്കും. അപ്പോൾ നമ്മൾ വറുത്ത ചായക്ക് അപ്പോൾ വറുത്ത ചായക്ക് നമ്മൾ പൊക്കുവടയൊക്കെ തിന്ന ആ ടേസ്റ്റ് ആവും ഇതിന് ഉണ്ടാവുക. ഇത് ചക്കര ചകിരി കൊണ്ടാട്ടാണ്. അത് വെറുതെ ചകിനിയൊക്കെ നമ്മൾ കറിയുന്നതല്ലേ. അപ്പോൾ കുറച്ച് ഇതായിട്ട് ഞങ്ങളിത് കൊണ്ടാട്ടം ഉണ്ടാക്കി. ഇത് വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത എത്ര കടിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. ഇത് ചക്കട പാട പഴുത്തത് പറ്റില്ല കേട്ടോ. പച്ച ചക്കട പാടെടുത്തിട്ട് ഉണ്ടാക്കിയത്. ഇതൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ചക്കപ്പ് കിട്ടുകയുള്ളൂ ഞങ്ങൾക്ക്. അതിന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങളിത്. ഇനി ഉണ്ടാക്കും. ഇത് പയറും കൊണ്ടാട്ടാണ്. ഇത് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും വേവിച്ചാൽ വെറും ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് വേവണം, കുറച്ച് വേവണം. അത് ഞാൻ ഉടയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല പയറും കൊണ്ടാട്ടമായി. മോര് കൂട്ടി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.